റിപ്പോർട്ട് എൻ്റെ ഒരു വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടില്ല. സിറ്റി പോലീസ് കമ്മീഷണർക്ക് സംഭവിച്ച ഒരു കയ്യബദ്ധമാണിതെന്നാണ് പറയുന്നത്. അതുകൂടാതെ ദിവസങ്ങളാണ് പൂരം നിർത്തിവെച്ചതെന്നും, അപ്പോൾ വന്നവരും പോയവരും ഇല്ല, അവസാനം ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് അവസാനം ഇങ്ങനെ ഉണ്ടാവുള്ളൂ എന്ന് നമുക്ക് അരിയാഹാരം കഴിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഇത് ദേവസ്വത്തിലേക്ക് എത്തുന്ന ആ ഇതിൽ അവസാനിക്കുന്നു വ്യക്തമായിട്ട് അറിയാം, ധാരണയുണ്ട്. പക്ഷേ ഞാനത് ഖണ്ഡിക്കുകയാണ്. നമുക്ക് തൃശ്ശൂർ പൂരത്തിൻ്റെ തുടക്കം മുതലേ ഇതിൻ്റെ പാളിച്ചകൾ നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അതെന്താണെന്ന് നമ്മൾ ഓരോ മീറ്റിങ്ങുകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ചെറിയൊരു തെളിവ്, തൃശ്ശൂർ പൂരത്തിന് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന ദിവസം, പൂരപ്രദർശനത്തിന് കളക്ഷൻ കിട്ടുന്ന ദിവസമാണ് സാമ്പിൾ വെടിക്കെട്ട് ദിവസം. ഈ സാമ്പിൾ വെടിക്കെട്ട് ദിവസം വൈകിട്ട് 6 മണിക്ക് വന്ന് ഒരു വിഭാഗം ഒരു ബാച്ച് ഓഫ് പോലീസുകാർ വന്നിട്ട് അടപ്പിക്കാൻ വന്നപ്പോൾ ആ പൂരപ്രദർശന നഗരിയിൽ ഒരു DYFIയുടെ ചുമതല, അല്ലെങ്കിൽ ഒരു DSPയുടെ ചുമതലയിൽ അവിടെ ഒരു എന്താ പറയുക, ഒരു ഉദ്യോഗസ്ഥനെ അവിടെ വെച്ചിരുന്നു. ആ ഉദ്യോഗസ്ഥൻ അവിടെ ചോദിക്കുകയാണ് ഇവരുടെ അടുത്ത്, ഞാൻ ഇവിടെ ഒരു DYSP ഉണ്ട്, എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല? നിങ്ങളിങ്ങനെ വന്ന് കൗണ്ടർ പൂട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? സാധിക്കില്ല, നിങ്ങളുടെ കയ്യിൽ വല്ല രേഖയുണ്ടോ, ഇത് നിർത്തിവെക്കാൻ പറഞ്ഞുകൊണ്ടുള്ള വല്ല രേഖയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞിട്ട്, എന്നാൽ നിങ്ങൾ പുറത്തു പോകണം എന്ന് പറഞ്ഞപ്പോൾ വന്ന പോലീസുകാരെ പുറത്താക്കുകയും അപ്പോൾ അവർ അതിന് വേറൊരു മാർഗം കണ്ട് പാറമേക്കാവ് ക്ഷേത്രത്തിൻ്റെ അവിടെ കയറ് കെട്ടി എക്സിബിഷനിലേക്കുള്ള വരുന്ന ആൾക്കാരെ തടയുകയാണ് ഉണ്ടായത്. ആ ദിവസം തന്നെ നമുക്ക് ഈ പൂരം 2 ദിവസങ്ങളിൽ നമുക്ക് 20,000 ആൾക്കാരാണ് നമുക്കവിടെ കുറവ് വന്നത്. ടിക്കറ്റ് മുൻ വർഷത്തെ അപേക്ഷിച്ച് 20,000 ടിക്കറ്റാണ് അവിടെ കുറവ് വന്നത്. അതിൻ്റെ അർത്ഥം ഒരു 40 ലക്ഷം രൂപയോളം പൂര ദിവസവും ഈ സാമ്പിൾ വെടിക്കെട്ട് ദിവസവും കാണികൾ പൂരപ്രദർശനത്തിയില്ല. അതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസാണ് ആദ്യമേ കൊടുത്തു തുടങ്ങി. അത് കഴിഞ്ഞു ആനകളുടെ വന്നു, അതിന് പുറകെയാണ് ആന. അത് കഴിഞ്ഞ് ആദ്യത്തെ പൂരത്തിൻ്റെ തലേന്നാൾ ആനകളുടെ പ്രശ്നങ്ങളായിട്ട് വരികയാണ്. 50 മീറ്റർ മാറി നിൽക്കണം. അതേപോലെ തന്നെ അംബികസ്തൂരി വരുന്നു. കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങാൻ ഒരു സാഹചര്യമില്ല. ഫോറസ്റ്റിൻ്റെ ഡോക്ടേഴ്സിൻ്റെ ഒരു സെറ്റ് വീണ്ടും അത് ഈ ഇവിടുത്തെ വെറ്റിനറി ഡോക്ടർമാർ നോക്കിയിട്ടുള്ള ആനകളെ വീണ്ടും അവർ നോക്കണമെന്ന് പറയുന്നു. അത് സാധിക്കില്ല എന്ന് ഇവിടുത്തെ വെറ്റിനറി ഡോക്ടേഴ്സ് പറയുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഫിറ്റ്നസ് കൊടുത്ത ഒരു ആനയ്ക്ക് വീണ്ടും ഫിറ്റ്നസ് നിഷേധിക്കുകയാണെങ്കിൽ അത് അവരെ പ്രൊഫഷനെ ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഞങ്ങളിനി ആനകളെ പരിശോധിക്കുന്നില്ല എന്ന് പറയുന്നു. അവർ മാറി നിൽക്കുന്നു. ദേവസ്വങ്ങൾ ഓട്ടം തുടങ്ങുന്നു, കാണാത്ത ആൾക്കാരില്ല. പിന്നെ അതിലൊരു ഒത്തുതീർപ്പ് വന്ന് ഒരു ചെറിയ രീതിയിലുള്ള എല്ലാവരും കൂടിയിട്ടുള്ള ഒരു പരിശോധനയാക്കി മാറ്റുന്നു. ഇങ്ങനെ ഓരോന്ന് അത് കാലത്ത് തൊട്ടേ പൂര ദിവസം കാലത്ത് തൊട്ടേ പാറമേക്കാവിലും തിരുവമ്പാടിയിലും അതിൻ്റെ പ്രശ്നങ്ങൾ തുടങ്ങി. പാറമേക്കാവിൻ്റെ ഘടകപൂരമായ കണിമംഗല ശാസ്താവ് വരുന്ന സമയത്ത് റോഡ് മുഴുവൻ അടഞ്ഞെടുക്കാൻ ഞങ്ങൾ എല്ലാ മീറ്റിങ്ങിലും ഘോരം പറയുന്നതാണ്. പൂരത്തിന് വരുന്ന റോഡുകളെല്ലാം ട്രാഫിക്കിൻ്റെ സംവിധാനം ഉപയോഗിച്ച് അതിന് സൗകര്യമുണ്ടാക്കി കൊടുക്കണമെന്ന്. പക്ഷേ എല്ലാ വണ്ടികളും നിറഞ്ഞു കിടക്കുകയാണ്. കാലത്ത് തിരുവമ്പാടിയിൽ ആന പുറത്ത് കിടക്കുമ്പോൾ തന്നെ കൺസേൺഡ് ഉദ്യോഗസ്ഥൻ അവിടെ കയറുമായി നിൽക്കുകയാണ്. ഒരു 10-50 പോലീസുകാരും കയറ് ആനയ്ക്ക് ചുറ്റും കയറ് പിടിച്ചിട്ട് ഏറ്റവും നല്ല എന്താ പറയുക ദിവസത്തിൽ ഏറ്റവും ഭഗവാനെയും ഭഗവതിയെയും ആദരിക്കുന്ന ഒരു സമയത്താണ്, പറവച്ച് ആദരിക്കുന്ന ആ സമയത്താണ് ഈ കയറുമായിട്ട് വരുന്നതും അവിടെ ഉന്തും തള്ളും നടക്കുന്നത്. ഇതിൻ്റെ ഉത്തരവാദിത്വം ഇത് പോലീസിലൂടെ ഏതോ ഒരു വിഭാഗം, ഇതിൽ പലതരം ആനകളുടെ പ്രശ്നത്തിൽ NGOs ഇതിനു വേണ്ടി വർക്ക് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. NGOs ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ആനകളെ ഇല്ലാണ്ടാക്കാൻ വളരെയധികം ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് NGOസിൻ്റെ വലിയൊരു ഫണ്ടാണ് ഇതിന് ചെലവഴിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു കേൾക്കുന്നു. ഇതെല്ലാം ഒത്തുവായിക്കുമ്പോൾ ഇതിൽ ഗൂഢാലോചനയുണ്ട്, എല്ലാ തരത്തിലും ഗൂഢാലോചനയുണ്ട്. ഇല്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. ഇത് 2 പ്രാവശ്യമല്ല, എത്ര മീറ്റിങ്ങുകൾ കൂടിയിട്ടുള്ളതാണ്. ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള മുൻ വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഓരോ അപാകതകളും തിരുത്തി തരണമെന്ന് ഓരോ മീറ്റിങ്ങുകളിലും എഴുതി സംസാരിച്ച ഓരോ ആൾക്കാരും സംസാരിച്ചിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നേരെ ഘടകവിരുദ്ധമായിട്ടാണ് ഇതിൽ മുന്നോട്ട് പോകുന്നത്. ഇതെല്ലാം ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണ്.
ഗൂഢാലോചന ഞങ്ങൾക്ക് ഇതിൽ CBI വർക്കൊന്നും നമുക്ക് നടത്താൻ പറ്റില്ല. പക്ഷേ ഒരു സാധാരണക്കാരൻ എന്നുള്ള ലെവലിൽ ഞങ്ങളിതിൽ ഭംഗിയായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ സാധാരണക്കാരൻ്റെ ബുദ്ധിയിൽ ഇതെല്ലാം ഒന്ന് കഴിഞ്ഞ് ഒന്ന്, ഇതെല്ലാം ആ ബ്രിമ്മിൽ നിൽക്കുന്ന സമയത്താണ് ഓരോ നിയമങ്ങൾ വരുന്നത്, ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ സാധാരണ മനുഷ്യരുടെ ആ ഒരു ബുദ്ധി ഉപയോഗിച്ച് ഇതെല്ലാം പൂരം എങ്ങനെയെങ്കിലും ഇതൊരു കൊല്ലല്ലാട്ടാ, ഇത് മുൻ വർഷങ്ങളിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ഈ വർഷം അത് അതിര് കടന്നു. ആ അതിര് കടന്നത് നമുക്കും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ഈ പൂരപ്രേമികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക ഒരു വികാരമുള്ള ഒരു വിഭാഗമാണ്. ആ പൂരപ്രേമികൾ എന്തെല്ലാമാണ് അവിടെ, എനിക്ക് മറ്റു പ്രശ്നങ്ങളിലേക്കൊന്നും പോകാഞ്ഞത് വളരെ ഭാഗ്യമാണ്. വളരെ ഭംഗിയായിട്ട് അവരത് കൈകാര്യം ചെയ്തു. ഇപ്പോൾ ദേവസ്വത്തിൻ്റെ പേരിലും ഇത് പഴിചാരുന്നുള്ളത് വ്യക്തമായൊരു ധാരണയുണ്ടായിരുന്നു. തുടക്കം മുതലേ അറിയാം ഇത് ദേവസ്വത്തിൻ്റെ മുകളിലേക്കാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ദേവസ്വമാണല്ലോ ആ ഫിഗറിൽ കിടക്കണത്. അപ്പോൾ ദേവസ്വത്തിൻ്റെ പേരിലേക്ക് വരും. മറ്റുള്ളവർക്ക് എന്ത് വേണമെങ്കിൽ പറയാലോ. ദേവസ്വം ഒരു ചാഞ്ഞ് കിടക്കുന്ന മരമാണ്, അതിൻ്റെ മെക്കിട്ട് കയറാൻ എല്ലാവർക്കും സാധിക്കും.